ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ ലോങ് വ്ളോഗ്. സോ ഇന്ന് ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ അത് എനിക്ക് കുറച്ച് നോട്ട്ബുക്സൊക്കെ വാങ്ങാനുണ്ട്, എഴുതാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്സ് പഠിക്കാനുള്ളത് ഞാൻ എഴുതി വെച്ച ബുക്കെല്ലാം കഴിയും. കാരണം ഞാൻ വാങ്ങുന്ന ബുക്സൊക്കെ കുട്ടി കുട്ടി ബുക്ക്ലെറ്റാണ്. അത് എഴുതി പേജസ് പെട്ടെന്ന് തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഓഡിയോ ലെസൺസ് കേട്ടിട്ടുണ്ടായിരുന്നത് ഡിഫൻസ് മെക്കാനിസം. പിന്നെ മിക്കവാറും ഞാൻ സൈക്കോളജിയിലെ കുറച്ച് പോർഷൻസ് തന്നെയാണ് നോക്കുന്നത്. പിന്നെ അതൊക്കെ നോട്ട്സാക്കി ഞാൻ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കാറുണ്ട് കേട്ടോ. അതായത് ഈസി ആയിട്ട് അത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പഠിച്ചെടുക്കുന്നത്. ബട്ട് ഞാനൊരു അഷുറൻസും എൻ്റെ കാര്യത്തിൽ പറയുന്നെങ്കിൽ അത് പഠിച്ചതുകൊണ്ട് ആ ഒരു സർട്ടൻ മാർക്ക് കിട്ടും എന്നൊന്നും പറയില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ബാച്ചിൽ അതായത് ഞാൻ BEd പഠിച്ചപ്പോൾ ആ ബാച്ചിലുള്ള കുട്ടികൾ പറയുന്നതും അത് എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ് കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് അതായത് നമുക്ക് അവിടെയുള്ള ടീച്ചേഴ്സും നമുക്ക് എങ്ങനെയാണ്, നമ്മൾ BEd പോകുമ്പോൾ ടീച്ചർ എങ്ങനെയായിരിക്കും ഒരു സ്റ്റുഡൻറ്റിനോട് എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ മാർക്കിൻ്റെ ബേസിസിൽ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഇടയിൽ. പക്ഷേ അത് ഇന്നത്തെ പിള്ളേരുടെ ഇടയിൽ പോയിട്ടൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും പോയി നടക്കില്ല. കാരണം ജനറേഷനൊക്കെ മാറിയിട്ടോ. അതാണ്. പിന്നെ എനിക്ക് മാർക്ക് അങ്ങനെ വലിയ കാര്യങ്ങൾ അതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. പിന്നെയൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ മാർക്കിന് വേണ്ടി പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതി പഠിച്ചിട്ടൊക്കെ ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ വലിയ പഠിപ്പിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്നെക്കൊണ്ടാവുന്ന പോലെ പഠിക്കും. പക്ഷേ എനിക്ക് പണ്ട് കിട്ടാത്ത ചില സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അതെല്ലാം ഞാൻ എഴുതി പഠിക്കും. നമുക്ക് പറയുമ്പോൾ നമ്മുടെ ഫീൽഡ് വേറെ. ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ കുറച്ച് ലാംഗ്വേജ് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ വേറെ സബ്ജക്ട്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ബട്ട് വേറെ സബ്ജക്ട്സൊക്കെ പഠിച്ചത് എഴുതി പഠിക്കുക. കിട്ടാത്ത സമയത്ത് എല്ലാം ഒരു ബുക്ക് എടുത്ത് എഴുതി പഠിക്കുക. പിന്നെ നമ്മളത് സ്കൂൾ ലെവൽ കഴിയുമ്പോൾ കോളേജ് ലെവൽ എത്തുമ്പോൾ തനിയെ അത് മാറുന്നതായിരിക്കും. അപ്പോൾ സ്കൂൾ ലെവലൊക്കെ കഴിഞ്ഞ് കോളേജ് ലെവൽ എത്തുമ്പോൾ തനിയെ മാറും. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ അത് പഠിക്കാനുള്ളൊരു മെത്തേഡ് അഡ്വാൻസ്ഡ് ആക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറ്, പിന്നെ പൊട്ടാറ്റോൻ്റെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു കറി ഒരു ചോറ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പേരി അങ്ങനെ ചമ്മന്തി അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. ഒത്തിരി ലൈറ്റ് ഫുഡൊക്കെയാണ് രാവിലെ കഴിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പലഹാരം അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ കഴിക്കുക.